ശരീരത്തിൽ ഒരു പ്രാണി കടിച്ചാൽ ഉണ്ടാകുന്ന ഭീകരമായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. അത്തരമൊരു അവസ്ഥയെ സിനിമാ ലോകത്തിന്റെ സാങ്കേതിക മികവിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിൽ അതീവ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സേതു ശിവാനന്ദൻ. റീമ കല്ലിങ്കൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തിയേറ്റർ എന്ന ചിത്രത്തിനു വേണ്ടി സേതു ഒരുക്കിയ പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തുന്നതുമായ രംഗങ്ങളിൽ ഒന്നാണ് റിമയുടെ കഥാപാത്രത്തിന് ഒരു പ്രാണിയുടെ കുത്തേൽക്കുന്നതും തുടർന്ന് ശരീരത്തിൽ സംഭവിക്കുന്ന ഭീകരമായ മാറ്റങ്ങളും. ഒരു സാധാരണ മുറിവിൽ നിന്ന് ത്വക്കിന് ഘട്ടം ഘട്ടമായി ഉണ്ടാകുന്ന രൂപമാറ്റം പ്രോസ്തറ്റിക് മേക്കപ്പിലൂടെ ജീവൻ നൽകിയിരിക്കുന്നു. ഈ രംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്തറ്റിക് മേക്കപ്പ് വീഡിയോയാണ് ചിത്രത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ സേതു ശിവാനന്ദൻ പങ്കുവച്ചിരിക്കുന്നത്. പ്രാണിയുടെ കടിയേറ്റതിനു ശേഷം ത്വക്കിനുണ്ടാകുന്ന മാറ്റങ്ങളെ പല ഘട്ടങ്ങളായാണ് സേതുവും സംഘവും സിനിമയിൽ അവതരിപ്പിച്ചത്. ഓരോ ഘട്ടവും യാഥാർത്ഥ്യത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കേണ്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. സേതു ശിവാനന്ദൻ ഈ അനുഭവത്തെക്കുറിച്ച് പങ്കുവച്ചത് ഇങ്ങനെയാണ്. തിയേറ്റർ സിനിമയിലെ കഥാപാത്രത്തിനായി ഓരോ ദിവസവും 4 മണിക്കൂർ നീളുന്ന പ്രോസ്തറ്റിക് മേക്കപ്പാണ് റീമ കല്ലിങ്കിന് വേണ്ടി ചെയ്തത്. ത്വക്കിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഓരോ ഘട്ടവും ആദ്യം ക്ലേ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തു കൊടുക്കുകയും തുടർന്ന് അത് സിലിക്കൺ ഉപയോഗിച്ച് കൃത്രിമ ചർമ്മമായി മാറ്റുകയുമായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം ചെയ്ത ഒരു മേക്കപ്പ് ആയിരുന്നു ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും ദീർഘമായ മേക്കപ്പ് സെക്ഷനുകൾക്ക് ഓരോ ദിവസവും ക്ഷമയോടെ റീമ കല്ലിങ്കൽ സഹകരിച്ചു എന്നതും പ്രശംസനീയമാണ്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്കൂർ ദൈർഘ്യമുള്ള മേക്കപ്പ് ചെയ്യാൻ ക്ഷമയോടെ റീമ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏറെ സൗഹൃദപൂർണമായിരുന്നു റീമയുടെ ഇടപെടൽ എന്തും സേതു കൂട്ടിച്ചേർത്തു. മനോജ്, കിരൺ, അഷ്റഫ്, വിക്കി, പ്രശാന്ത് എന്നിവരായിരുന്നു സേതു ശിവാനന്ദന്റെ ടീമിൽ ഒപ്പമുണ്ടായിരുന്നത്. സേതു പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ഈ കലാകാരന്റെ സൂക്ഷ്മമായ ജോലിയെ പ്രശംസിച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കുന്നത്. മേക്കപ്പിന്റെ മികവ് പോലെ തന്നെ സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ എന്ന ചിത്രം ആഗോള ചലച്ചിത്രമേള സർക്യൂട്ടുകളിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ബിരിയാണി എന്ന ചിത്രത്തിനു ശേഷം സജിൻ ബാബുവിന്റെയും തനതും ശക്തവുമായ സിനിമാ ശൈലിയാണ് ഈ ചിത്രത്തിലും കാണാനാവുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കാൻ ചലച്ചിത്രമേളയിൽ വെച്ചാണ് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. കൂടാതെ റഷ്യയിലെ കസാൻ ചലച്ചിത്രമേളയിലും ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. സിനിമ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിലെ ശക്തമായ പ്രകടനത്തിന് റീമ കല്ലിങ്കിന് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇത് ചിത്രത്തിലെ പ്രോസ്തറ്റിക് മേക്കപ്പ് ആവശ്യമായ രംഗങ്ങൾ ഉൾപ്പെടെയുള്ള റീമയുടെ അഭിനയത്തിന്റെ മികച്ച സാക്ഷ്യപ്പെടുത്തലാണ്. അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പ് സക്കറിയ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത്. സന്തോഷ് കോട്ടായി സഹനിർമ്മാണം വഹിച്ചു. കലാപരമായ മികവിന്റെയും സാങ്കേതിക പൂർണ്ണതയുടെയും മികച്ച ഉദാഹരണമായി തിയേറ്റർ മാറുകയാണ്.